അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, എന്താണ് പുതിയ വിവരങ്ങൾ? കണ്ടെയ്നറുകൾ കൂടുതലായി ഇങ്ങോട്ട് അടിയുന്ന സാഹചര്യം തന്നെയാണ്. ഈ പ്രദേശത്ത് മാത്രം ഇപ്പോൾ 3 സെറ്റ് കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. അതായത് അത്രയധികം കണ്ടെയ്നറുകൾ ഈ ഒരു തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ 27 കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക്, അതായത് വിവിധ തീരങ്ങളിലായി അടിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പലതും ശൂന്യമാണ് എന്നുള്ള കാര്യം, അതിന് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് വസ്തുവാണ് അതിലുണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വ്യക്തമാകും. എന്തായാലും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തി വരികയാണ്. അവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, നിലവിലിപ്പോൾ ഉള്ള സാഹചര്യം, അതായത് പരിശോധനയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ നിലനിൽക്കുന്നത്? ഇല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. നമുക്കിതുവരെ കിട്ടിയിട്ടുള്ളതെല്ലാം MG കണ്ടെയ്നേഴ്സ് ആയിരുന്നു. വളരെ കുറച്ച് ക്ലോത്തും അങ്ങനെ ന്യൂസ് പേപ്പർ റീലൊക്കെ പോലെ വളരെ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നിലവിലിപ്പോൾ എത്ര കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ തീരത്തേക്ക്? കണക്കെടുക്കുന്നേ ഉള്ളൂ. ഫൈനലായിട്ട് നമ്മളിപ്പോൾ പോയിട്ടേ ഉള്ളൂ. ആൾക്കാർ കൂടുതൽ കണ്ടെയ്നറുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഒരു കണ്ടെയ്നറിൽ നിന്നും ഈ ഗ്രീൻ ടീ പോലുള്ള സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. തുണികളടങ്ങുന്ന ഒരെണ്ണം ഉണ്ട്. ഈ രാസപദാർത്ഥങ്ങൾ അടങ്ങുന്ന ഒന്നും ഇതുവരെ കണ്ടെത്തി വന്നിട്ടില്ല. അതിനുവേണ്ട പരിശോധനകളെല്ലാം നടത്തുന്നുണ്ട്. പരിശോധനകളല്ല, വരുന്ന ഇതിൽ നമ്മൾ അതിൻ്റെ നമ്പർ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിലകത്ത് എന്താണ് മെറ്റീരിയൽ എന്നുള്ളത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കൂടുതലും 13 കണ്ടെയ്നറുകളാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിയാനുള്ള സാധ്യതകളുണ്ടോ? കണ്ടെയ്നർ നമ്പർ വെച്ചിട്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അത് നമ്മൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനയും അതോടൊപ്പം നിരീക്ഷണവും നടക്കുന്നുണ്ട്. ജനങ്ങൾക്കുള്ള നിർദ്ദേശം നൽകുന്നുണ്ട് കൃത്യമായി. അതെ, നിർദ്ദേശം നടക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ അതിൻ്റെ 200 മീറ്റർ ചുറ്റളവിൽ പോകരുത്. അത് തൊടാനോ അതിൻ്റെ ഫോട്ടോ എടുക്കാനോ, ഇത് എന്തെങ്കിലും അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു വസ്തുക്കൾ, ഇപ്പോൾ ക്യാനോ എന്തെങ്കിലും അങ്ങനെ കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ 112 അറിയിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ക്യാനുകളും നമ്മളിപ്പോൾ കടലിലൊക്കെ എത്തുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ നിരീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ കണ്ടെയ്നറുകൾ മാത്രമല്ല, ഈ ഇതിൽ നിന്നും എത്തുന്ന ക്യാനുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ നിരീക്ഷിക്കുന്നതാണ് പൊല്യൂഷൻ ബോർഡിന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധനകളും നിരീക്ഷണങ്ങളും എല്ലാം ശക്തമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്ന സാഹചര്യം നാട്ടുകാർക്കൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്, അടുത്തേക്ക് പോകരുത് എന്നുള്ള കാര്യം. ഈ ഒരു തീരത്ത്, അതായത് ശക്തികുളങ്ങര തീരത്തേക്ക് മാത്രം എത്തിയിട്ടുള്ള കണ്ടെയ്നറുകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഇതിൽ പലതും കാലിയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗ്രീൻ ടീ വസ്ത്രങ്ങളടക്കമുള്ള കണ്ടെയ്നറുകളും ഈ കടലിലൂടെ ഒഴുകി എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അറബിക്കടലിൽ മുങ്ങിത്താഴുന്ന ഈ ചരക്ക് കപ്പലിൽ നിന്നുള്ള അതായത് 640 കണ്ടെയ്നറുകളിൽ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ ഓരോ കണ്ടെയ്നറുകളായി അങ്ങനെ വരുന്നുണ്ട്. രാവിലെ ആദ്യം, അതായത് കഴിഞ്ഞ ദിവസമാണ് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് ഒരു കണ്ടെയ്നർ അടിഞ്ഞത്. അതിനുശേഷം പുലർച്ചെയോടെ തന്നെ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ കടലിലെ തിരയും അതോടൊപ്പം തന്നെ ഈ കടൽ ഭിത്തിയിലൊക്കെ ഇടിച്ച് കണ്ടെയ്നറുകളൊക്കെ തകർന്ന ഒരു സാഹചര്യമാണ്. അതായത് ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, തിരകൾ അടിച്ച് ഈ കടൽ ഭിത്തി അടിച്ചുകൊണ്ട് ആ കണ്ടെയ്നറുകളുടെ പൂർണ്ണമായും ഈ 2-3 ഭാഗങ്ങളൊക്കെ ആവുന്ന ഒരു സാഹചര്യം. എന്തായാലും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ബോട്ടുകൾ ഇറക്കുവാനും പ്രശ്നമുണ്ട്. കാരണം ബോട്ടുകൾ ഇറക്കി പരിശോധന നടത്തുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധ്യമല്ല. ഇവിടേക്ക് എത്തുന്ന കണ്ടെയ്നറുകൾ അതിൻ്റെ ഭാഗത്തു നിന്നും ഈ വാട്ടർ സാമ്പിളുകളടക്കം ശേഖരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ സാമ്പിളുകളെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അതിൻ്റെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഏതെങ്കിലും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കരയിലേക്ക് അതിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള ഈ തെർമോക്കോളുകൾ ഉൾപ്പെടെ ഇപ്പോൾ കരയിലേക്ക് വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്നും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ എന്തായാലും കസ്റ്റംസ് ആണ് ഇതിൻ്റെ തുടർ നടപടികൾ ചെയ്യേണ്ടത്. അതായത് ഈ കണ്ടെയ്നറുകളുടെ തുടർ നടപടികൾ കസ്റ്റംസ് സീസ് ചെയ്തതിന് ശേഷം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്നും മാറ്റേണ്ടതുണ്ട്. മാറ്റിക്കഴിഞ്ഞാലും ഇത് ആർക്കായിരിക്കും കൈമാറുക എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള യോഗം ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം അനുബന്ധ വകുപ്പുകളും ചേർന്ന് നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇനി എത്തരത്തിലാകും തുടർ നടപടികൾ എന്നുള്ള കാര്യമാണ്. കാരണം കൃത്യമായിട്ടുള്ള പരിശോധനകൾക്കും അതോടൊപ്പം തന്നെ
തന്നെ നിരീക്ഷണങ്ങൾക്കും ശേഷം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കും. നിരീക്ഷണം ശക്തമാണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ മേഖലയിലേക്കും പോലീസിനെ അടക്കം വിന്യസിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്നുമുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നറുകൾ കടലിനുള്ളിൽ. അവിടെ നിന്നും കരയിലേക്ക് പതിക്കുന്ന കണ്ടെയ്നറുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. മിഥുൻ മുരളി കൂടി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ മുരളി, ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ എന്താണ് അവസ്ഥ? കൃഷ്ണരാജ്, ഞാൻ പരിമണം തീരത്താണുള്ളത്. ഇപ്പോൾ പരിമണം തീരത്ത് ഈ കണ്ടെയ്നറിൽ നിന്നുള്ള ഏതാനും അവശിഷ്ടങ്ങൾ ഈ തീരത്തേക്ക് അടിയുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും അവശിഷ്ടങ്ങൾ ഒരു കണ്ടെയ്നറിനുള്ളിൽ റോള് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള അവശിഷ്ടങ്ങൾ അതെന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഈ തീരത്തേക്ക് ഇപ്പോൾ അടിയുന്നുണ്ട്. അത് 3-4 എണ്ണമുണ്ട്. അത് തീരത്തോട് ചേർന്ന് തന്നെയാണ് ശക്തമായ തിരമാലയിൽ ഇപ്പോൾ വന്ന് അടിഞ്ഞിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ പരിശോധനകൾ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ശക്തികുളങ്ങരയിൽ ഈ തേയില കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ലഭിച്ച കണ്ടെയ്നറിന് സമാനമായ ഒരു ചുവന്ന കണ്ടെയ്നർ അല്പസമയം മുൻപ് തീരത്തേക്ക് അടിഞ്ഞിരുന്നു. ആ കണ്ടെയ്നറിനുള്ളിൽ നിന്നാണോ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ പുറത്തേക്ക് ചാടിയത് എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. പക്ഷേ എന്താണ് ഈ സാധനം എന്നുള്ളത്, സാധന സാമഗ്രികൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കണ്ടെയ്നറിനുള്ളിൽ നിന്നും ഇപ്പോൾ തീരത്തേക്ക് ശക്തമായ തിരമാലയാണ് അടിക്കുന്നത്. വേലിയേറ്റമുണ്ട്, ശക്തമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ തീരത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ ഈ വസ്തുക്കൾ വന്ന് അടിയുകയായിരുന്നു. ഇനി ഇത് എന്താണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശോധനയാണ് ഇനി വേണ്ടത്. ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നതേയുള്ളൂ. ഇതിനോട് ചേർന്നുള്ള നീണ്ടകരയുടെ വിവിധ ഭാഗങ്ങളിലുള്ള തീരങ്ങളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചില അവശിഷ്ടങ്ങൾ ഈ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്, തീരത്തോട് അടുത്തിട്ടുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. റോള് മാതൃകയിലുള്ള വളരെ കനം കൂടിയ ചില വസ്തുക്കളാണ് ഇപ്പോൾ ഈ തീരത്തേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അത് 3-4 എണ്ണമുണ്ട്. 4 എണ്ണത്തോളം ഇപ്പോൾ തീരത്തേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് തീരത്തോട് ചേർന്ന് തന്നെയാണ്. തീരത്തു നിന്നുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ജനവാസ മേഖലയാണ്. ഈ ഭാഗത്ത് വീടുകളുണ്ട്. വീടുകളിലുള്ള ആളുകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കടൽ ഭിത്തിയോട് ചേർന്ന് തന്നെ, തീരത്തോട് ചേർന്ന് തന്നെ വീടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ 200 മീറ്റർ ഈ കണ്ടെയ്നർ എത്തിയിരിക്കുന്നതിന് സമീപത്തേക്ക് ആളുകളെ എത്തിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം ഈ വീടുകളിലെല്ലാം ഇപ്പോൾ ആളുകളുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വീടിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ആ കണ്ടെയ്നറിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തീരത്തോട് ചേർന്ന് തന്നെയാണ് ഈ വസ്തുക്കൾ ഇപ്പോൾ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അല്പസമയം മുൻപ് ചുവന്ന നിറത്തിലുള്ള കണ്ടെയ്നർ ഈ തീരത്ത് അടിഞ്ഞിരുന്നു. ആ കണ്ടെയ്നറിനുള്ളിൽ നിന്നാകാം ഈ വസ്തുക്കൾ പുറത്തേക്ക് ചാടിയത് എന്നുള്ള കാര്യത്തിലാകാം ഒരു സംശയമുള്ളത്. എന്താണ് ഈ വസ്തുക്കൾ എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം വ്യക്തത വരാനുണ്ട്. അതിനുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏകദേശം 10ഓളം കണ്ടെയ്നറുകളാണ് പരിമണം തീരത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പരിമണം തീരത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അതിൽ 4 എണ്ണം കരയിൽ തന്നെയാണ്. കരയിൽ വന്ന് അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വടം ഉപയോഗിച്ചുകൊണ്ട് അത് ഒഴുക്കിൽപ്പെട്ട് മറ്റ് ദൂരേക്ക് ഒഴുകി മാറിപ്പോകാത്ത രീതിയിൽ വടം ഉപയോഗിച്ച് കെട്ടി വരിഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റു ചില ഭാഗങ്ങളിൽ, കടലിനോട് ചേർന്ന ഭാഗങ്ങളിലും കണ്ടെയ്നറുകൾ കാണാം. ആ കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് അടുത്തു വരുന്നതിനുള്ള സാധ്യത ആണുള്ളത്. ഉൾക്കടലിൻ്റെ പല ഭാഗങ്ങളിലായി കണ്ടെയ്നറുകൾ ഉണ്ട്. അങ്ങനെ 10ഓളം കണ്ടെയ്നറുകൾ പരിമണം തീരത്ത് ഉണ്ട്. ശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗതയിൽ, കാറ്റിൻ്റെ ദിശയനുസരിച്ച് ദിശ ഈ തീരത്തേക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ തീരത്തേക്ക് അടുക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. 4 കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ ഈ തീരത്തുണ്ട്. ഈ കടൽ ഭിത്തിയോട് ചേർന്നുണ്ട്. കാറ്റിൻ്റെ ശക്തമായ തിരമാലയിൽ ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ തീരത്തോട് ചേർന്ന് 4 എണ്ണം ഉള്ളപ്പോൾ അതിൽ 6 എണ്ണത്തോളം ഇപ്പോൾ കടലിൻ്റെ വിവിധ മേഖലകളിലായി ഈ തീരത്ത് കടലിൽ തന്നെ പല ഭാഗങ്ങളിലായി കാണാം. ഇനി അത് തീരത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരും NDRF ടീമും എല്ലാം ഇവിടെ എത്തി നടത്തുക. ഒരുപക്ഷെ കടലിൽ നിന്നു തന്നെ ഒരു പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഈ കണ്ടെയ്നറുകളിൽ മറ്റ് രാസവസ്തുക്കളോ ഒന്നുമില്ല എന്നുള്ള പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഒരുപക്ഷെ ഈ കടലിൽ നിന്ന് തന്നെ ഈ കണ്ടെയ്നറുകൾ മറ്റു കപ്പലുകളിലെത്തി കൊണ്ടുപോകുന്നതിനുള്ള ഒരു നടപടിയും ഇനി ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും ചില വസ്തുക്കൾ ഇപ്പോൾ ഈ പരിമണം തീരത്തേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം, അത് കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആ വസ്തുക്കൾ വന്ന് അടിഞ്ഞിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് എന്താണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും. അവർ കൃത്യമായി തന്നെ വിദഗ്ധ സംഘത്തെ ഈ വിവരം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവരിനി ഇവിടെ എത്തി ഈ വസ്തുക്കൾ എന്താണെന്ന് സംബന്ധിച്ചിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകണം. നേരത്തെ ശക്തികുളങ്ങരൽ ഈ
തേയില കണ്ടെയ്നറുകൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ചാടിയ കണ്ടെത്തൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും വസ്തുക്കളാണോ ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഉണ്ടാകേണ്ടത്.